പെരിഞ്ഞനത്ത് ചായക്കടയിൽ അതിക്രമിച്ചു കയറി വാൾ ചൂണ്ടി വധഭീഷണി മുഴക്കിയ കേസിലെ പ്രതിയും കൂട്ടാളിയുമായ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടിയും പിടിയിൽ. ചായക്കടയിൽ അതിക്രമിച്ചു കയറി മാരകായുധവുമായി വാൾ കാട്ടി വധഭീഷണി മുഴക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത കേസിലെ പ്രതിയായ താന്യം വില്ലേജ് പെരിങ്ങോട്ടുകര സ്വദേശി വടക്കേക്കുന്നത്ത് വീട്ടിൽ അരുൺ എന്നയാളെയും ഇയാളുടെ കൂട്ടാളിയായ നിയമവുമായി പൊരുത്തപ്പെടാത്ത ഒരു കുട്ടിയെയുമാണ് കയ്പമംഗലം പോലീസ് പിടികൂടിയത്. അരുണിനെ അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടിയെ അപ്രഹെൻഡ് ചെയ്തു ബാലനീതി നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കും. 2026 ജൂലൈ 5-ാം തീയതി രാവിലെ 10 മണിയോടെ പെരിഞ്ഞനം സെന്ററിന്റെ വടക്കുഭാഗത്ത് കയ്പമംഗലം ഡോക്ടർ പടി സ്വദേശി പൊന്നത്ത് വീട്ടിൽ വിനയകുമാർ എന്നയാൾ നടത്തുന്ന കട്ടൻസ് എന്ന ടീ ഷോപ്പിലായിരുന്നു സംഭവം. കടയിൽ വെച്ച് പ്രതികൾ സിഗരറ്റ് വലിക്കുകയും ഒന്നാം പ്രതി ഫോണിലൂടെ ഉച്ചത്തിൽ അസഭ്യം പറയുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വിനയകുമാർ ഇവരോട് കടയ്ക്ക് പുറത്തുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന്റെ വൈരാഗ്യത്താൽ പ്രതിയും നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടിയും മാരകായുധവുമായ വാളുമായി കടയ്ക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറി. വിനയകുമാറിന് നേരെ വാൾ ചൂണ്ടി നിന്നെയും നിന്റെ കടയെയും കത്തിച്ചു കളയും, നിന്നെ തീർത്തുകളയും എന്ന് ആക്രോശിച്ച് വധഭീഷണി മുഴക്കുകയായിരുന്നു. അരുൺ വലപ്പാട്, അന്തിക്കാട്, കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു കവർച്ച കേസിലും ഒരു വധശ്രമ കേസിലും കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്താൻ സൂക്ഷിച്ച കഞ്ചാവുമായി അറസ്റ്റിലായ കേസിലുമടക്കം 3 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്.